السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، الشمائل المحمدية Part 6. حدثنا سفيان بن وكيع قال حدثنا جميع بن عمر بن عبد الرحمن الحجري. അങ്ങനെ പറഞ്ഞുപോയി. അനിൽ ഹസൻ ബിൻ അലി ഖാല, ഹസൻ ബിൻ അലി എന്നവർ പറയാണ്, സഅൽതു ഖാലി ഹിന്ദ ബിൻ അബി ഹാലത്ത, എൻ്റെ ഖാലാവുന്ന ഹിന്ദ് ബിൻ അബി ഹാലത്ത് എന്നവരോട് ഞാൻ ചോദിച്ചു. വകാന വസാഫൻ, അവര് വല്ലാതെ കണ്ട് നബി തങ്ങളുടെ വിശേഷണം നന്നായി അറിയുന്നവരാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ടവർ. അവരോട് ഞാൻ ചോദിച്ചു, അൻ ഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വിശേഷണത്തെ സംബന്ധിച്ചും രൂപത്തെ സംബന്ധിച്ചുമൊക്കെ. വാന അസ്തഹി അൻ യസിഫലി മിൻഹ ശൈഅൻ, ഞാനാണെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ്, അൻ യസിഫലി, അവരെനിക്ക് വിശേഷണം പറഞ്ഞു തരലിനെ, മിൻഹ ശൈഅൻ, റസൂലുള്ളാഹിന്റെ ആ വിശേഷണങ്ങളിൽ നിന്ന്, മഹത്തായ ആ ഗുണങ്ങളിൽ നിന്ന് അല്പം വിശേഷണം പറഞ്ഞു തരലിനെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ലി അന്നൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാറഖദ് ദുനിയ, റസൂലുള്ളാഹ് ദുനിയാവിനോട് വിട പറഞ്ഞു. വഹുവ സഗീറുൻ, മൂപ്പരങ്ങനെ ഹസൻ ബിൻ അലി എന്നവര് ഇവരോട് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, അവര് സഗീറുൻ ഫി സിന്നിൻ ലാ യഖ്തദി തഅമ്മുല ഫിൽ അശിയാഇ, കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പര്യാപ്തമല്ലാത്ത ഒരു വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹ് വഫാത്താവുന്നത്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ കുറച്ച് എനിക്ക് അറിയണം, ഇവരിൽ നിന്ന് ലഭിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ചോദിച്ചത്. അതഅല്ലഖു ബിഹി, അതുകൊണ്ട് ഞാൻ മുറുകെ പിടിക്കും, അതിനെ ഞാൻ മനഃപ്പാടമാക്കുകയും ചെയ്യും. അതായത് ഞാൻ അതിനെ അറിയും. അങ്ങനെ ബഹുമാനപ്പെട്ടവരത് പറഞ്ഞു തരുമ്പോ എനിക്ക് അത് എനിക്ക് മനഃപ്പാടമാക്കാനും അറിയാനും കഴിയും എന്ന ആ ഒരു നിലക്കാണ് ഞാൻ ചോദിച്ചത്. ഫഖാല, അപ്പോ ഹിന്ദ് ബിൻ അബി ഹാലത്ത് എന്നവര് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് എനിക്ക് പറഞ്ഞു തന്നു, റസൂലുള്ളാഹിയായിരുന്നു ഫഖ്മൻ മുഫഖമൻ യതലഅലഉ വജ്ഹുഹു തലഅലു അൽ ഖമരി ലൈലത്തൽ ബദ്രി അത്വല മിനൽ മർബൂഇ വഅഖ്സറ മിനൽ മുശദ്ദബി അളീമൽ ഹാമത്തി റജ്ല ശഅരി എന്നിങ്ങനെ തുടങ്ങി സുദീർഘമായിട്ട് തന്നെ പറഞ്ഞു തന്നു. റസൂലുള്ളാഹിയായിരുന്നു ഫഖ്മൻ മുഫഖമൻ. ഫഖ്മൻ എന്ന് പറഞ്ഞാല് അളീമൻ ഫി നഫ്സിഹി, റസൂലുള്ളാഹ് സ്വയം ഒരു ആദരവുള്ള വ്യക്തിയായിരുന്നു. മുഫഖമൻ തന്നെയുമല്ല, മുഅല്ലമൻ ഫി സദ്രി സുദൂരി വ ഐനിൽ ഉയൂനി ഇൻദ കുല്ലി മൻ റആഹു, എല്ലാ ഹൃദയങ്ങളിലും എല്ലാ കണ്ണുകളിലും റസൂലുള്ളാഹ് വളരെ ആദരവുള്ളവരും ആയിരുന്നു. റസൂലുള്ളാഹിനെ കാണുന്ന ഏതൊരാളുടെ അടുക്കലും റസൂലുള്ളാഹ്
അവരുടെ ഹൃദയത്തിലും അവരുടെ കണ്ണുകളിലൊക്കെ വളരെ ആദരവുള്ളവരാണ്. ലാ യസ്തതീഉ മുകാബിറുൻ അല്ലാ യുഅള്ളിമഹു, പുച്ഛത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിക്ക് പോലും, മത്സരബുദ്ധിയോടുകൂടെ പെരുമാറുന്ന ഒരു വ്യക്തിക്ക് പോലും റസൂലുള്ളാഹിനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയുകയില്ല. വൈൻ അഹറസ അലാ തർക്കി തഅളീമിഹി, റസൂലുള്ളാഹിനെ ആദരിക്കാതിരിക്കാൻ ബഹുമാനിക്കലിനെ ഒഴിവാക്കാൻ അവനക്ക് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവനക്കതിന് കഴിയൂല. ഈ ഒരു നിലക്ക് എല്ലാവരുടെ ഇടയിലും ബഹുമാനമുള്ളവരായിരുന്നു. ഇവിടെ വലം യുരിദ് ബിൽ ഫഹാമത്തൽ ജിസ്മി, ഇവിടെ ഫഹ്മൻ മുഫഹമൻ എന്നൊക്കെ പറഞ്ഞാൽ ശരീര തടിച്ചവർ എന്ന അർത്ഥം അല്ല ഇവിടെ ബഹുമാനപ്പെട്ട ഹിന്ദ് ബിനു അബി ഹാലത്ത് എന്നവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈകാന ലഹ്മൻ ഫിൽ ജുംലത്തി, മൊത്തത്തിൽ റസൂലുള്ളാഹി തടിയുള്ളവരാണ്, കാണാൻ അഴകുള്ള തടിയുള്ളവർ. കാരണം അന്നഹു ലം യകുൻ നഹീഫ, റസൂലുള്ളാഹി മെലിഞ്ഞു ഒട്ടിയ ഒരാളല്ല. ആ നിലക്ക് റസൂലുള്ളാഹി തടിയുള്ള ആളാണെന്ന് പറയാം. വസാദത്തിൽ നഹാമത്തു ഫി ആഖിരി ഉംരിഹി, റസൂലുള്ളാഹിന്റെ അവസാന സമയം, വയസ്സിന്റെ അവസാന സമയത്ത് റസൂലുള്ളാഹിക്ക് കുറച്ചും കൂടി തടി കൂടിയിട്ടുണ്ട്. കാരണം ലിമ ആതാഹുല്ലാഹു തആല ജമീഅ മാ സഅല വ അറാഹഹു മിൻ ഗമ്മി ഉമ്മത്തി, റസൂലുള്ളാഹി ചോദിച്ചത് മുഴുവനും അല്ലാഹു റസൂലുള്ളാഹിക്ക് നൽകിയപ്പോ റസൂലുള്ളാഹിനെ തന്റെ സമുദായത്തിന്റെ വിഷമങ്ങളിൽ നിന്നൊക്കെ റസൂലുള്ളാഹിക്ക് ഒരു ആശ്വാസവും അല്ലാഹു നൽകിയപ്പോ സ്വാഭാവികമായും റസൂലുള്ളാഹിക്കുള്ള കുറെ പ്രയാസങ്ങൾ കുറഞ്ഞത് കൊണ്ട് റസൂലുള്ളാഹി കുറച്ച് തടി കൂടിയിരുന്നു അവസാന സമയത്ത് എന്നുള്ളതാണ്. എന്നാൽ പോലും ഇവിടെ ഉദ്ദേശം ആ തടി കൂടി എന്ന അർത്ഥത്തിലല്ല, തടിയുള്ളവർ എന്ന അർത്ഥത്തിലല്ല, ആദരവുള്ളവര് എന്ന അർത്ഥത്തിലാണ്. ബാജൂരി 29, ജമുൽ വസായിൽ 1:34. യതലഅലഉ വജ്ഹുഹു തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി, റസൂലുള്ളാഹിന്റെ മുഖം പ്രകാശിക്കും, യസ്തനീറു എന്നാണ് അർത്ഥം. മുത്തിനെ പോലെ റസൂലുള്ളാഹിന്റെ മുഖം ശോഭിക്കുകയും പ്രകാശിക്കുകയും ചെയ്യും. തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി ഐ മിസ്ല തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി വഹിയ ലൈലത്തു കമാലിഹി, 14-ാം രാവിലെ പൗർണമിയുടെ ആ ലങ്കൽ പോലെ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ലങ്കും തിളങ്ങും പ്രകാശിക്കും. അത്വല മിനൽ മർബൂഇ വ അഖ്സറ മിനൽ മുശദ്ദബി, ഇതൊക്കെ മുമ്പുള്ള ഹദീസുകളിൽ വിശദീകരിച്ചു പറഞ്ഞു പോയതാണ്. അളീമൽ ഹാമത്തി, റസൂലുള്ളാഹി ഹാമത്ത് വലിയവരാണ് എന്ന് പറഞ്ഞാൽ റസി തല വലിപ്പമുള്ളവരാണ്. റസി മംദൂഹൻ, തലയുടെ വലിപ്പം എന്നുള്ളത് അതൊരു മദ്ഹ് ചെയ്യപ്പെടുന്ന, സ്തുതിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം അന്നഹു അഅ്വനു അലൽ ഇദ്റാകാത്തി വൽ കമാലാത്തി, കാരണം അത് പൂർണ്ണതകളുടെ മേലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ളതിന്റെ മേലൊക്കെ കൂടുതൽ സഹായകരമാണ് തലയുടെ വലിപ്പം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി തല വലിപ്പമുള്ളവരായിരുന്നു. റജില ശഅരി, അതൊക്കെ മുമ്പ് പറഞ്ഞു പോയതാണ്. ഇനിം ഫറഖത്ത് അഖീഖതുഹു ഫറഖഹ ഐ ഇദാ ഖബിലത്തിൽ ഫറഖ ബിസുഹൂലത്തിൻ ബിഅൻ കാന ഹദീസ അഹദിൻ ബിനഹവി ഗസ്ലിൻ, കുളിച്ചത് അടുത്ത സമയത്ത് കുളിച്ചത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മൂർദാവിലെ മുടി
വേഗത്തിൽ പകുത്തു ചീകലിനെ സ്വീകരിക്കുന്നതാണെങ്കിൽ, വേഗത്തിൽ റസൂലുള്ളാഹിന്റെ തലയിലെ മുടി രണ്ടു ഭാഗമായി ചീകാൻ കഴിയുന്ന വിധത്തിൽ, ഇപ്പൊ പെട്ടെന്ന് കുടി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനൊക്കെ സഹായകരമാകുന്ന ഒരു അവസ്ഥയിലാണ് മുടിയുള്ളതെങ്കിൽ ഫറഖഹ ഐ ജഅലഹ ഫിർഖത്തൈനി ഫിർഖത്തൻ അൻ യമീനിഹി വ ഫിർഖത്തൻ അൻ യസാരിഹി. റസൂലുള്ളാഹിന്റെ ആ മുർദാവിലെ മുടിയെ രണ്ടു ഭാഗമാക്കി, ഒന്ന് വലതു ഭാഗത്തേക്കും ഒന്ന് ഇടതു ഭാഗത്തേക്കും റസൂലുള്ള ഇടുന്നതാണ്. അപ്പോ ഫറഖ ശഅറഹു എന്ന് പറഞ്ഞ ഐ അൽഖാഹു ഇലാ ജാനിബൈ റഅസിഹി എന്നാണ്, തലയുടെ രണ്ടു ഭാഗത്തിലേക്ക് ഇടുക എന്നർത്ഥം. അഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഷഅറു റഅസിഹി അലാ നാസിയത്തിഹി, മൂർദാവിലുള്ള മുടി എന്നാണ്. വ ഇല്ല ഐ വ ഇല്ലം തഖ്ബലിൽ ഫറഖ, അത് വേഗത്തിൽ രണ്ടു ഭാഗമായി രണ്ടു ഭാഗത്തേക്ക് പകുത്തു ചെയ്യാൻ എളുപ്പമുള്ള ഒരു അവസ്ഥയിൽ അല്ല എങ്കിൽ ഫലായഫുറുഖുഹ, റസൂലുള്ളാഹി അതിനെ അങ്ങനെ രണ്ടു ഭാഗമായി ചീകരില്ല. ബൽ യസ്തിലുഹ ഐ യുർസിലുഹ അലാ ജംബി, റസൂലുള്ളാഹി അതിനെ ഒരു ഭാഗത്തിന്റെ മേല് അയച്ചിടുകയാണ് ചെയ്യാറ്. അപ്പൊ ഫയജൂസുൽ ഫറഖു വസ്സദ്ലു, തലയിലെ മുടി ഇങ്ങനെ രണ്ടു ഭാഗമാക്കി ചീകി രണ്ടു ഭാഗത്തേക്ക് ഇടലും, അങ്ങനെ ചെയ്യാതെ ഒറ്റ ഭാഗത്തേക്ക് ഇടലും ഒക്കെ അനുവദനീയമാണ്. ലാക്കിനിൽ ഫറഖു അഫ്ളലു, എങ്കിലും ഫറഖാണ് അഫ്ളൽ. കാരണം അന്നഹുല്ലദി റജഅ ഇലൈഹി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി രണ്ടും ചെയ്തിരുന്നെങ്കിലും അവസാനമായി ഇതിലേക്കാണ് മടങ്ങിയത്, ഈ ഫറഖ് രണ്ടു ഭാഗത്തേക്ക് ചീകിയിടുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക്. അപ്പൊ അതാണ് അഫ്ളൽ, രണ്ടും പറ്റുമെങ്കിലും. യുജാവിസു ശഅറുഹു ശഹമത ഉദ്നൈഹി, റസൂലുള്ളാഹിന്റെ മുടി തന്റെ രണ്ട് ചെവി തൊട്ടിയെ വിട്ടുകിടക്കുന്നതാണ്. ഇദാ ഹുവ വഫറഹു, റസൂലുള്ളാഹി മുടിയെ വഫറത്താക്കി കഴിഞ്ഞാൽ. വഫറത്താക്കുക എന്ന് പറഞ്ഞ ഇതൊക്കെ മുമ്പ് വിശദീകരിച്ചതാണ്. അശ്ശഅറു നാസിലു അൻ ശഹമത്തിൽ ഉദ്നി ഇദാ ലം യസിൽ ഇലൽ മൻകിബൈനി, രണ്ട് ചുമലിലേക്ക് എത്താത്ത വിധം, എന്നാൽ ചെവിത്തൊട്ടിയെ തൊട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് മുടി, അപ്പോൾ പറയുന്ന പേരാണ് വഫറത്ത്. വഹസിലുൽ മഅന അന്ന ശഅറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ മുടി യുജാവിസു ശഹമത ഉദ്നൈഹി, റസൂലുള്ളാഹിന്റെ രണ്ട് ചെവിത്തൊട്ടിയെ വിട്ടു കിടക്കാറുണ്ട്. ഇദാ ജഅലഹു വഫറത്തൻ, റസൂലുള്ളാഹി മുടിയെ വഫറത്താക്കി കഴിഞ്ഞാൽ വലം യഫ്രിഖുഹു, അതിനെ രണ്ടു ഭാഗമായി ചീകിയിട്ടുമില്ല എങ്കിൽ. ഫൈൻ ഫറഖഹു വലം യജഅൽഹു വഫറത്തൻ, രണ്ടു ഭാഗമാക്കി ചീകി റസൂലുള്ളാഹി ഈ ചുമലിലേക്ക് എത്താത്ത വിധം ചെവിത്തൊട്ടിയെ തൊട്ട് ഇറങ്ങുന്ന രീതിയിലേക്ക് ആക്കിയിട്ടില്ലെങ്കിൽ വസല ഇലൽ മൻകിബൈനി, അപ്പൊ ചുമലിലേക്ക് അത് ചേരും. വകാന ജുമ്മത്തൻ, അപ്പൊ അത് ജുമ്മത്ത് എന്ന് മുടിക്ക് പറയാം. ഇതാണ് റസൂലുള്ളാഹിന്റെ മുടിയുടെ അവസ്ഥ. ഇവിടെ ഫലാ യുജാബിസു ശഅറുഹു ശഹമത ഉദ്നൈഹി എന്ന്, ഈ യുജാബിസു എന്നുള്ളത് ലാന്റെ, ഫലാ എന്നുള്ള ലാ എന്നുള്ളതിന്റെ മദ്ഹൂലാക്കിയിട്ടും പറഞ്ഞവരുണ്ട്. അങ്ങനെ ഇങ്ങനെ റസൂലുള്ളാഹി രണ്ടു ഭാഗമാക്കിയിട്ടില്ലെങ്കിൽ ഫലാ യുജാബിസു ശഅറുഹു ശഹമത ഉദ്നൈഹി ഇദാ ഹുവ വഫറഹു എന്നപ്പോ ആ രീതിയിലാണ് അർത്ഥം വരിക. അസ്ഹറൽ ലൗനി, റസൂലുള്ളാഹി അസ്ഹറുൽ ലൗനാണ്. ഇത് മുമ്പ് പറഞ്ഞു പോയതാണ്. ഐ അബിയദഹു ബയാദൻ നയ്യിറൻ മുശറബൻ ബിഹുംറത്തിൻ, ചുവപ്പ് കലർത്തപ്പെട്ട നല്ല ശോഭയുള്ള പ്രഭയുള്ള തിളങ്ങുന്ന ഒരു വെളുപ്പ് നിറമുള്ളവരാണ് റസൂലുള്ളാഹി. വാസിഅൽ ജബീനി ഐ മുംതദ്ദൽ ജബീനി ഊലം വ അർളൻ, നീളം വീതി എന്നുള്ള നിലക്ക് റസൂലുള്ളാഹിന്റെ നെറ്റിയുടെ ഇരുവശവും നീണ്ടിട്ടുണ്ട്, വിശാലമായിട്ടുണ്ട്. വസഅത്തുൽ ജബീനി മഹ്മൂദത്തുൻ ഇൻദ കുല്ലി ദീ ദൗഖിൻ സലീമിൻ, ഏത് നിഷ്പക്ഷ മതികളുടെ അടുക്കലും ഈ നെറ്റിത്തടം വിശാലമാകുക എന്നുള്ളത് ഒരു സ്തുതിക്കപ്പെട്ട വിശേഷണമാണ് എന്നാണ്.
ജബീൻ എന്ന് പറഞ്ഞ ഫൗഖസ് സദറി, ആട്ടുചെന്നിയുടെ മേൽഭാഗത്തുള്ളതാണ്. ഇക്തനഫൽ ജബ്ഹത്ത, അത് നെറ്റിയെ ചുറ്റിയിട്ടുണ്ട്. യമീനും വഷിമാലിൻ, ഇടതുഭാഗത്തിനാലും വലതുഭാഗത്തിനാലും. ഫഹുമ ജബീനാനി ഫതകുനുൽ ജബ്ഹത്തു ബൈന ജബീനൈനി. അപ്പൊ നെറ്റിയുടെ രണ്ട് വശത്തിന്റെ ഇടയിലാണ് നെറ്റിത്തടം എന്ന് പറയുന്നത്. ആ നെറ്റിത്തടത്തിന്റെ രണ്ടു ഭാഗത്തുള്ള ആ നെറ്റിയുടെ വശം അത് വിശാലമായവരാണ് റസൂലുള്ളാഹ്. അതുപോലെ അസജ്ജൽ ഹവാജിബി, റസൂലുള്ളാഹിന്റെ രണ്ട് പുരികവും ഒരു വളയൽ ഉടയതാണ്. സജ്ജ് എന്ന് പറഞ്ഞ തഖവ്വുസുൻ ഫിൽ ഹാജിബി മഅ തൂലിൻ ഫി തർഫിഹി, ഇസ്തിഖ്വാസുൽ ഹാജിബൈനി മഅ തൂലിൻ. അപ്പൊ പുരികങ്ങള് നീണ്ട് വളഞ്ഞവരാണ്, വില്ലുപോലെ നീണ്ടു വളഞ്ഞവരാണ് റസൂലുള്ളാഹിന്റെ രണ്ടു പുരികവും. ഹവാജിബിന് ഇവിടെ രണ്ടു പുരികം എന്ന അർത്ഥമാണ്, ബഹുവചനാണെങ്കിലും തസ്നിയാന്റെ ഉദ്ദേശത്തിലാണുള്ളത്. സവാബിഗ, അവ തന്നെ പൂർണമായ നിലക്ക്, പൂർണാവസ്ഥയിലുള്ളതാണ്. ഫീ ഗൈരി ഖറനിൻ, അവ രണ്ടും കൂടിച്ചേർന്നതല്ലാത്ത നിലയിൽ. രണ്ട് പുരികവും ഇങ്ങനെ നീണ്ട് വിശാലമായ ഒരു അല്പം വളവുള്ള ഒരു അവസ്ഥയിലാണെങ്കിലും അത് രണ്ടും ഇങ്ങനെ ചേർന്ന് കൂടിയിട്ടില്ല. ഖറന് എന്ന് പറഞ്ഞാല് ബിതഹരീക്ക് ഇഖ്തിറാനുൽ ഹാജിബൈനി ബിഹൈസു യൽതഖി തർഫാഹുമാ, രണ്ട് തെല്ലും കൂട്ടിമുട്ടുന്ന അവസ്ഥ കണ്ട് രണ്ട് പുരികം അന്വരിച്ചു വരിക. അതിന്റെ വിപരീതം ബലീജ് എന്നാണ്, വിടർന്നത്. അപ്പോ ഈ ഖറന് എന്നുള്ള ആ അവസ്ഥ മഅദൂദുൻ മിൻ മആയിബിൽ ഹവാജിബി, പുരികത്തിന്റെ ന്യൂനതകളിൽപ്പെട്ടതാണ് ഈ രണ്ട് പുരികവും ചേർന്ന് കൂടി നിൽക്കുക എന്നുള്ളത്. വൽ അറബു തക്റഹു, അറബികൾക്ക് അത് വെറുപ്പാണ്. അപ്പോ വൽ മുറാദു അന്ന ഹാജിബൈഹി ഖദ് സബഗ ഹത്താ കാദാ യൽതഖിയാനി വലം യൽതഖിയാ. ഉദ്ദേശം രണ്ടു പുരികവും അത് പൂർണമായ നിലക്ക് തന്നെയാണ് ഉള്ളത്. രണ്ടും ഇങ്ങനെ അടുത്ത് പറ്റിച്ചേരാൻ, കൂടിച്ചേരാൻ അടുത്തിട്ടുണ്ട്, പക്ഷെ കൂടിച്ചേർന്നിട്ടില്ല. വൽ ഖറനു ഗൈറു മഹ്മൂദിൻ, ബാജൂരി അതുപോലെ തന്നെ ജമ്മുൽ വസായിൽ. ബൈനഹുമാ ഇർഖുൻ യുദിറുഹുൽ ഗളബു, ഇത് രണ്ടിന്റെയും ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹവാജിബിന്റെ രണ്ടിന്റെയും ഇടയിൽ. അവിടെ ഹവാജിബ് ബഹുവചനമാണെങ്കിലും തസ്നിയാണ് മുറാദു എന്ന് പറഞ്ഞല്ലോ, അത് സാധൂകരിക്കുന്ന പ്രയോഗമാണ് ബൈനഹുമ എന്നുള്ളത്. ഇർഖുൻ, ആ രണ്ട് ഹാജിബിന്റെ പുരികത്തിന്റെ ഇടയിലുണ്ട് ഒരു ഞരമ്പുണ്ട്. യുദിറുഹുൽ ഗളബു, ആ ഞരമ്പിനെ ദേഷ്യം നിറക്കും, രക്തം നിറക്കും. ബൈനൽ ഹാജിബൈനി ഇർഖുൻ യുസയ്യിറുഹുൽ ഗളബു മുംതലിഅൻ ദമാ കമാ യസീറുൽ ളർഉ മുംതലിഅൻ ലബന. ഒരു അകിട്, മൃഗത്തിന്റെ അകിട് പാലിനാൽ നിറയുന്നത് പോലെ ദേഷ്യം വരുമ്പോ റസൂലുള്ളാഹിന്റെ ഈ ഞരമ്പ് രക്തം കൊണ്ട് നിറയും എന്നാണ്. വഫീ ദാലിക ദലീലുൻ അലാ കമാലി ഖുവ്വത്തിഹിൽ ഗളബിയ്യത്തി അല്ലത്തി അലൈഹാ മദാറു ഹിമായത്തി ദിയാരി വ ഖംഉൽ അശ്റാർ. ഒരു മനുഷ്യനാകുമ്പോ ഖുവ്വത്ത് ഗളബിയ്യ വേണം, അത് പൂർണ്ണമായ രീതിയിൽ റസൂലുള്ളാഹിക്കുണ്ട്. അതുണ്ടാകുമ്പോഴാണ്
അരുതാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ദേഷ്യം, ആ ദേഷ്യം വരികയുള്ളൂ. അപ്പൊ അത് റസൂലുള്ളാഹിക്ക് പലപ്പോഴും ഈ അരുതാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ചുവന്നു തുടുത്ത അവസ്ഥ വരും. അത് ഈ ഞരമ്പിൽ രക്തം നിറയും റസൂലുള്ളാഹിക്ക് എന്നാണ്. ഇങ്ങനെ ബാജൂരി 31 വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ദേഷ്യം വരുമ്പോ രക്തം കൊണ്ട് നിറയുന്ന ഒരു ഞരമ്പ് അവിടുത്തെ രണ്ട് പുരികങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അഖ്നൽ ഇർനീന്, റസൂലുള്ളാഹിന്റെ മൂക്ക് ഉയർന്നവരാണ്. അഖ്നൽ ഇർനീനി എന്ന് പറഞ്ഞാൽ ഹുവ ഇർത്തിഫാഉ അലൽ അംഫിന, മൂക്കിന്റെ മേൽഭാഗം ഉയരുക. ഇർനീന് എന്നുള്ളത് മൂക്കിന് മൊത്തം പറയുന്ന പേരാണ്. രണ്ടു പുരികം ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലത്തിന്റെ താഴ്ഭാഗത്തുള്ള ആ സ്ഥലത്തിന് മാത്രം ഇർനീന് എന്ന് പറയും. മൂക്കിന്റെ എല്ലിൽ നിന്ന് ആ പരുപരുത്ത കട്ടിയുള്ള ഭാഗത്തിനും ഇർനീന് എന്ന് പറയുമെങ്കിലും മൂക്ക് മൊത്തം ആ ഒരു പേരാണ് ഇവിടെ ഇർനീന് കൊണ്ട് ഉദ്ദേശിക്കാൻ ഏറ്റവും യോജിച്ചത് എന്ന് കാണാം. അപ്പൊ റസൂലുള്ളാഹിന്റെ മൂക്ക് ഫലംയക്കും തൂലുഹു മായസ്തിബാഇൻ, റസൂലുള്ളാഹിന്റെ മൂക്ക് നീളമുള്ളതാണെന്ന് പറഞ്ഞാൽ അത് ഒരേ നിരപ്പിന് അങ്ങനെ നീണ്ടുപോയതല്ല. ബൽക്കാന ഫി വസ്തിഹി ബഅദുർതിഫാഇൻ, അതിന്റെ നടുവിൽ ഒരു അല്പം ഉയർച്ചയുണ്ട്. വഹുവ വസ്ഫു മദ്ഹിൻ, അങ്ങനെ മൂക്കിന്റെ നടുഭാഗത്ത് ചെറിയ ഉയർച്ചയോട് കൂടെ നീണ്ടുപോവുക എന്നുള്ളത് മദ്ഹിന്റെ വിശേഷണമാണ്. ലഹു നൂറുൻ ജഅലൂഹു, ആ മൂക്കിന് ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം യഅലൂഹു എന്ന് പറഞ്ഞാൽ യഗ്ലിബുഹു, മൂക്കിനെ കീഴടക്കുന്ന, മൂക്കിന്റെ ഉയരെ വരുന്ന ഒരു പ്രകാശം ആ മൂക്കിനുണ്ട്. യഹ്സിബുഹു അല്ലെങ്കിൽ യഹ്സബുഹു മൻ യതഅമ്മലുഹു അശമ്മ, ഐ യظن നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബില തഅമ്മുൽ ഫി വജ്ഹിഹി വഅംഫിഹി, റസൂലുള്ളാഹിന്റെ മുഖത്തിലും മൂക്കിന്റെ കാര്യത്തിലുമൊക്കെ നേരാവണ്ണം ചിന്തിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ പറ്റി ഒരാൾ വിചാരിക്കുക എന്താണ്, ഇർതിഫാഉൽ ഖസബത്തി, ആ മൂക്കിന്റെ എല്ല് ഉയർന്നു നിൽക്കുന്നു. മായസ്തിബായി അയലാഹ, അതിന്റെ മേൽഭാഗം നിരപ്പായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. എന്നാ അങ്ങനെയല്ല. വലോ അംഅന നളിറ ലഹകമ ബിഅന്നഹു ഗൈറു അശമ്മ, ഒരുത്തൻ നേരാവണ്ണം ചിന്തിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കിയാൽ അവൻക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂലുള്ളാഹ് ഉയർന്ന മൂക്കുള്ള ആള് അല്ല. എന്നാൽ നീണ്ട മൂക്കാണെങ്കിലും നടുഭാഗത്ത് അല്പം ഉയർച്ചയും ഉണ്ട്. ഈ അവസ്ഥയിൽ കാണാൻ ഭംഗിയുള്ള ഒരു മൂക്കായിരുന്നു റസൂലുള്ളാഹിന്റേത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ബാജൂരി, ജമ്മുൽ വസായില്, മുന്തഹസ്സൂല്, മുനാവി ഇവയിലൊക്കെ ഈ വിശദീകരണങ്ങൾ നൽകി കാണാം. കസൽ ലിഹിയത്തി, താടി തിങ്ങിയവരാണ് റസൂലുള്ളാഹ്. കാന കദീഫൽ ലിഹിയത്തി എന്ന് ചില റിവായത്തിലുണ്ട്, അളീമൽ ലിഹിയത്തി എന്ന് വേറെ ചില റിവായത്തിലുണ്ട്. ഏത് റിവായത്തനുസരിച്ചും ഫൽമാന അന്ന ലിഹിയത്തഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് അളീമത്തന്ന, റസൂലുള്ളാഹിന്റെ മുടി, താടി അത് പിന്നെ നല്ല തിങ്ങിയതായിരുന്നു. അതുപോലെ സഹ്റുൽ ഖദ്ദൈൻ, രണ്ട് കവിൾത്തണം അത് വളരെ മൃദുലമായതായിരുന്നു. വഫീ റിവായത്തിൻ അസിയലുൽ ഖദ്ദൈനി വഅലാ കുല്ലിൻ ഫൽമാന അന്നഹു കാന ഗൈറ മുർതഫിൽ ഖദ്ദൈനി, രണ്ട് കവിൾത്തണം ഉയർന്നവർ അല്ല. വദാലിക അഅല വ അഹ്ല ഇൻദൽ അറബി ഐ ഗൈറ മുർതഫിൽ വജ്നതൈനി, രണ്ട് കവിൾത്തണം ഉയർന്ന് ഒരു കാണാൻ വൃത്തികേട് വരുന്ന രൂപത്തിലല്ല റസൂലുള്ളാഹിന്റെ മുഖമുള്ളത്. കവിൾത്തളം വളരെ മൃദുലമായ ഉയരാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ജമ്മുൽ വസായില് 1:37. വലിഅൽ ഫമി ഐ വാസിഅഹു ഐ അളീമഹു, റസൂലുള്ളാഹിന്റെ വായ വിശാലമായ വായയായിരുന്നു. വല്ലറബു തതമദ്ദഹു ബിസഅത്തിൽ ഫമീന, അറബികള്
വായ വിശാലമായ ആളെ മദ്ഹായിട്ടാണ് പറയാറുള്ളത്. വഫീഹി ഈമാഉൻ ഇലാ ഖുവ്വത്തി ഫസാഹത്തിഹി എന്നാണ്. വായ വലുതാവുമ്പോ ആള് ഫസാഹത്ത് ശക്തമായവരാണ്, നല്ല സാഹിത്യ നിപുണനാണ് എന്നുള്ളതിലേക്ക് സൂചനയാണ് എന്ന് പൊതുവെ ആ നിരക്ക് പറയാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ വായ വിശാലമായവരാണ്. മുഫല്ലജൽ അസ്നാനി ഇസ്മുഫുലിന്റെ സീറ. ഫലജ് എന്ന് പറഞ്ഞ ഇൻഫിറാജു മാ ബൈന സനായ, മുൻപല്ലുകൾക്കിടയിൽ വിടവുണ്ട്. വലാഹിറുഹു ഇഖ്തിസാസുഹു ബിസ്സനായ മിനൽ അസ്നാനി, ഈ പല്ലുകളിൽ നിന്ന് മുൻപല്ലുകൾക്കാണ് ഈ വിടവ്. വൽ ഫലജു അബ്ലഗു ബിൽ ഫസാഹത്തി ലിഅന്നൽ ലിസാന യത്തസിഉ ഫിഹാ, ഈ മുൻപല്ലുകൾക്കിടയിൽ വിടവുണ്ടാവുമ്പോ അത് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണെന്നാണ്. വഖദ് സറഹ ജമ്മുൻ മിൻ ശുറാഹി ശിഫാഇ വഗൈരിഹിം ബിഅന്ന തബാഉദ മാ ബൈനൽ അസ്നാനി കുല്ലിഹാ ഐബുൻ ഇൻദഹും, എല്ലാ പല്ലുകളുടെയും ഇടയിൽ അകലം വരിക എന്നുള്ളത് ഐബായിട്ടാണ് ഉള്ളത്. ഇവിടെ അങ്ങനല്ല, മുൻപല്ലുകൾക്കിടയിൽ വിടവുണ്ടായിരുന്നു. അത് ഒരു മദ്ഹിന്റെ ഒരു സ്വഭാവമാണ്, വിശേഷണമായിട്ടാണ് പറയുന്നത്. പിന്നെ ദഖീഖൽ മസ്റുബത്തി, അതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയതാണ്. നെഞ്ചിന്റെയും പുക്കളിന്റെയും ഇടയിലുള്ള ആ മുടി മൃദുലമായ മുടിയായിരുന്നു എന്നൊക്കെ മുമ്പ് അതിന് വിശദീകരണം പറഞ്ഞു പോയിട്ടുണ്ട്. കഅന്ന ഉനുഖഹു ജീദു ദുംയത്തിൻ, റസൂലുള്ളാഹിന്റെ പെരടി അത് ഒരു ദുംയത്തിന്റെ പെരടി പോലെയാണ്. ദുംയത്ത് എന്ന് പറഞ്ഞ പ്രതിമ, പാവ എന്നൊക്കെ പറയും. അസ്സൂറത്തുൽ മുസവ്വറത്തു മിൻ ആജിൻ വനഹബിഹി, കൊമ്പിനാലോ അതുപോലത്തതിനാലോ രൂപപ്പെടുത്തപ്പെട്ട രൂപം, പ്രതിമ, അതിന്റെ പെരടി. അങ്ങനെ പറയാൻ കാരണം ഫശുബ്ബിഹൽ ഉനുഖു ബിജീദിഹാ മിൻ ഹൈസുൽ ഹൈഅത്തു വശക്ലു, ഇത് മുസവ്വിറുഹാ യുബാലിഗു ഫീ തഹ്സീനിഹാ മാ അംകനഹു, ഒരു പ്രതിമ റസൂലുള്ളാഹിന്റെ അവിടെ റസൂലുള്ളാഹിന്റെ പെരടിയെ ഈ പ്രതിമയുടെ പെരടിയോട് സാദൃശ്യമാക്കപ്പെട്ടു. അത് അതിന്റെ ആ രൂപത്തിലും ഹൈഅത്തിലും ആണ്. കാരണം ഒരു പ്രതിമയെ രൂപപ്പെടുത്തുന്ന ഒരാള്, അതിനുണ്ടാക്കുന്നവൻ, യുബാലിഗു ഫീ തഹ്സീനിഹാ മാ അംകനഹു, പരമാവധി ആ പ്രതിമയെ ഭംഗിയാക്കാൻ പരിശ്രമിക്കും. അപ്പോ ഇവിടെ റസൂലുള്ളാഹിന്റെ ആ പെരടി അത്രയും ഭംഗിയുള്ള ഒരു പ്രതിമ ഉണ്ടാക്കുന്ന ഒരാള്, ആ പ്രതിമയുടെ ഭംഗി എത്രത്തോളം ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിനോടും അതേപോലെ ആണ് എന്നർത്ഥം. അത്രയും ഭംഗിയുണ്ട്. കഅന്ന ഉനുഖഹു ഉനുഖു സൂറത്തിൻ മുത്തഖദത്തിൻ മിൻ ആജിൻ വനഹ്വിഹി ഫീ സഫാഇൽ ഫില്ലത്തി, സഫാഇൽ ഫില്ലത്താണ് വെള്ളിയുടെ ആ തെളിമയിൽ, നിറല്ല അവിടെ, പിന്നെ അത്രയും ഭംഗിയുടെ വിഷയത്തിലാണ്. ഫസുബ്ബിഹ ഉനുഖുഹു അശ്ശരീഫത്തു ബിഉനുഖി ദുംയത്തി ഫിൽ ഇസ്തിവായി വൽ ഇഅ്തിദാലി വഹുസ്നിൽ ഹൈഅത്തി വൽ കമാലി വൽ ഇശ്റാഖി വൽ ജമാലി, ലംഘുന്ന, അതിങ്ങനെ പ്രകാശിക്കുന്ന വിഷയത്തിലും ഭംഗിയുടെ വിഷയത്തിലും അതിന്റെ ആ ഒരു നല്ല ആ രൂപത്തിന്റെ വിഷയത്തിലാണ് ഈ സാദൃശ്യമാക്കിയിട്ടുള്ളത്. അല്ലാതെ ലാഫിൽ ലൗനിൽ ബയാദി, വെള്ളിക്ക് വെളുപ്പ് നിറം ഉണ്ടാവും, ആ നിറത്തിലല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുഅ്തദിലൽ ഖൽഖി, റസൂലുള്ളാഹിന്റെ സൃഷ്ടിപ്പ് ചൊവ്വായവരാണ്. അവയവങ്ങളൊക്കെ അതിന്റെ കൃത്യതയാർന്ന രീതിയിൽ പരസ്പരം നല്ല യോജിപ്പുള്ള രൂപത്തിലാണ്. അതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബാദിനുൻ,
റസൂറുള്ള ബാദിലാണ് എന്ന് പറഞ്ഞ സെമീനും സംനൻ മുഅ്തദിലൻ ഒരു മിതമായ നിലയിൽ തടിയുള്ളവരാണ്. വൽഹഖു അന്നഹു ലം യകും സമീനൻ ജിദ്ദൻ വലാ നഹീഫ്, അങ്ങേ അറ്റം തടിച്ചവരോ മെലിഞ്ഞൊട്ടിയവരോ അല്ല റസൂലുള്ളാഹ്, അതാണ് സത്യം. മുത്തമാസിക്കും തന്നെ നല്ല ആരോഗ്യ ദൃഢഗാത്രരുമായിരുന്നു. ഐ ലൈസ ബി മുസ്തർഖിൻ, റസൂലുള്ളാഹ് ഒരു തളർച്ച ബാധിച്ചവരല്ല. ബൽ യുംസിക്കു ബഅദുഹു ബഅദൻ മിൻ ഗൈരി തറജ്റഹിൻ, റസൂലുള്ളാഹിന്റെ അവയവങ്ങൾ ഒന്നൊന്ന് മറ്റതിനോട് ശക്തമായ നിലക്ക് ബന്ധത്തിൽ തന്നെയാണ് ഉള്ളത്. യാതൊരു വിറയലോ ഒന്നും റസൂലുള്ളാഹിന്റെ അവയവങ്ങൾക്കില്ല. ഹത്താ അന്നഹു ഫി സിന്നില്ലദീ ശഅനുഹു ഇസ്തിർഖാഉൽ ബദനി, പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായി ഒരു ശരീരത്തിന് ഒരു തളർച്ച വരും, ഒരു ശരീരത്തിനൊരു അയവ്, അതൊന്നും ഉണ്ടായിട്ടില്ല. റസൂൽ അപ്പോഴും കാനക ഷാബി, റസൂൽ യുവാവിനെ പോലെയായിരുന്നു. അപ്പൊ റസൂൽ വലിദാലിക ഖാലൽ ഗസാലിയു യകാദു അൻ യകൂന കൽ ഖൽഖിൽ അവ്വലി, റസൂലുള്ളാഹിന്റെ ആദ്യത്തെ ആ സൃഷ്ടിപ്പിലുള്ള അതേ ആരോഗ്യം ഫലം യമുറഹു സിന്നു, റസൂലുള്ളാഹിക്ക് വയസ്സ് സമയത്തുണ്ട്, വയസ്സിലൊരു പ്രയാസം റസൂലുള്ളാഹിക്ക് വന്നിട്ടില്ല. മുന്തഹൽ സൂൽ, മവാഹിബ്, വാജൂരി എന്നിവയിലൊക്കെ ഈ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. സവാഉനിൽ ബത്നു വസ്സദു, അല്ലെങ്കിൽ സവാഉൽ ബത്നി വസ്സദിരി, രണ്ടു നിലക്കും വായിക്കാം. വയറും നെഞ്ചും ഒരുപോലെയുള്ളവർ, ഒന്ന് ഉയർന്നും മറ്റത് താഴ്ന്നിട്ടും അല്ല. വൽമാന അന്ന ബത്നഹു വസദ്റഹു ഷരീഫാനി, റസൂലുള്ളാഹിന്റെ വയറും നെഞ്ചും ഷരീഫൈനി ശ്രേഷ്ഠമായ, മുസ്തബിയാനി അത് രണ്ടും ഒരേ രൂപത്തിലാണ്, സമമായതാണ്. ലാ യന്തഖു അഹദുഹുമാ അനിൽ ആഖിരി, ഒന്ന് മറ്റൊന്നിനെ തൊട്ട് ഉയർന്നതല്ല. ഫലാ യസീദു ബത്നുഹു വലാ സദ്രിഹി വലാ യസീദു സദ്റുഹു വലാ ബത്നിഹി, വയറ് നെഞ്ചിനെ കാണയും നെഞ്ചു വയറിനെ കാണയും അധികമായി വന്നിട്ടില്ല. ബാജൂരി, മുനാവി. പിന്നെ അരീള സദ്രി, വഹ്മൽ കറാദീസി, അതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയതാണ്. അൻവറൽ മുത്തജർറദി, മുത്തജർജിദും മുത്തജറദും ഉണ്ട്, ഇസ്മുഫായിലായിട്ടും ഇസ്മു മക്കാനായിട്ടും ഉണ്ട്. മുത്തജറദ് എന്ന് പറയലാണ് കൂടുതൽ നല്ലത് എന്ന് മാത്രമല്ല റിവായത്തിൽ വന്നിട്ടുള്ളതും അപ്രകാരമാണ് എന്നാണ്. വൽമാന അന്നഹു നയ്യിറുൽ ഉളുവി, റസൂലുള്ളാഹിന്റെ അവയവങ്ങളൊക്കെ ഈ മുജറദ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം തനിപ്പിക്കപ്പെടുന്ന സ്ഥലം, തജ്രീദ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിനെ തൊട്ട് ഒഴിവാക്കുക. സാധാരണ വൽമാന അന്ന ഉളുവഹുല്ലദീ സതറഹു സൗബ്, വസ്ത്രം മറച്ച റസൂലുള്ളാഹിന്റെ അവയവം ഉണ്ടാവും. ആ അവയവം കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കാന അൻവറ ഇദാസാറ മക്സൂഫൻ, അത് ഒഴിവാക്കപ്പെട്ട വല്ലാതെ പ്രകാശം ഉണ്ടാവും അതിൽ നിന്ന്. ഇനി ഈ മുജറദിന് വേറെ അർത്ഥം, അത് മുടിയെ തൊട്ട് തനിപ്പിക്കപ്പെട്ടത്, മുടിയില്ലാത്ത അവയവം, അത് നല്ല പ്രകാശമുള്ളതായിരുന്നു എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സാധാരണഗതിയിൽ വസ്ത്രത്തിന്റെ അടിയിൽ വരുന്ന ഒരു ഭാഗം, അത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പ്രകാശമുള്ളതായിരുന്നു. മുശ്രിഖുൽ അന്നഹു അൻവറുൽ മുത്തജറദി എന്ന് പറഞ്ഞാൽ ഈ മുശ്രിഖുൽ ഉളുബില്ലദി തജറദ അനിൽ ശഅരി, മുടിയെ തൊട്ട് തനിച്ച അവയവം നല്ല പ്രകാശമുള്ളതായിരുന്നു. അതല്ലെങ്കിൽ മുശ്രിഖുൽ ഉളുബിൽ ആരി അനിൽ സൗബി, ഫൽ മുറാദു അന്നഹു അൻവറുൽ ജസദി മുലിഉ, ഇത്തരം ഭാഗങ്ങൾ ശരീരത്തിൽ ഏറ്റവും നല്ല പ്രകാശമുള്ള, ലംഘുന്ന, തിളങ്ങുന്ന, അത് ഫഹുവല ഗായത്തിൽ ഹുസ്നി, അങ്ങേയറ്റത്തെ ഭംഗിയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. മൗസൂലുമാ ബൈന ലബ്ബത്തി വസ്സുഖത്തി ബിശഅരിൻ യജ്രി കൽ ഖത്തി, മാത്രമല്ല റസൂലുള്ളാഹിന്റെ മറ്റൊരു അവസ്ഥ, ലബ്ബത്ത്
ലബ്ബത്തിന്റെയും സുബത്തിന്റെയും, ലബ്ബത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മേൽഭാഗത്തുള്ള ഒരു കുഴിയുണ്ട് ഈ ഹെൽത്തിന്റെ താഴെയായിട്ട്. ആ കുഴിയുടെയും പുക്കളിന്റെയും ഇടയിൽ ഉള്ള ഒന്നിനെ ചേർത്തപ്പെട്ടവരാണ് ബിശാരിൻ യജ്രിക്കൽ ഖത്തി, വര പോലെ നീണ്ടു കിടക്കുന്ന ഒരു മുടിയോട് ചേർത്തപ്പെട്ടവരാണ്. യജ്രി എന്ന് പറഞ്ഞാൽ യംതദ്ദു ദാലിക ശഅറ, ആ മുടിയോട്, അത് വര പോലെയുള്ള മുടി, നെഞ്ചിന്റെ മുകൾ ഭാഗത്തിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ആ സ്ഥലം ഒരു വര പോലെ നീണ്ടു കിടക്കുന്ന മുടിയോട് ചേർത്തപ്പെട്ടവരാണ്. ഹത്ത് എന്നുണ്ട്, ചില റിവായത്തിൽ ഹൈത്തു എന്നുണ്ട്. വഫീ റിവായത്തിൽ ലിബ്നി സഅദിൻ ലഹു ശഅറുൻ മിൻ ലബ്ബത്തിഹി ഇലാ സുഹത്തിഹി, റസൂലുള്ളാഹിക്ക് മുടി ഉണ്ടായിരുന്നു ഈ നെഞ്ചിന്റെ മേൽഭാഗത്തുള്ള ആ കുഴി മുതൽക്ക് ഇലാ സുഹത്തിഹി, പുക്കൾ വരെ. യജ്രീകൽ ഖദീബി ലൈസ ഫീ ബത്നിഹി വലാ സദ്രിഹി ഐ മാ അദാ ആലിയഹു ശഅറുൻ ഗൈറുഹു. റസൂലുള്ളാഹിന്റെ നെഞ്ച്, വയറ്, ഇതിന്റെ മേൽഭാഗം ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങളിൽ ഈ മുടിയല്ലാത്ത വേറെ മുടിയില്ലായിരുന്നു. ബാജൂരി അതുപോലെ തന്നെ മുനാവി ഇവയിലൊക്കെ ഈ നിലക്കുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്.